ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. നമ്മൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 23ാമത്തെ വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യുന്നത് മെൻ്റൽ എബിലിറ്റി, അനലിറ്റിക് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണ്. സോ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൺസിഡർ ദ സീരീസ് ഗിവൻ ബിലോ. നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ അടുത്ത ടേം എന്തെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ സീരീസ് ഇതാണ്: 4, 12, 95, 1, 1, 96, 26, 1, 96, 26, 2, 96. നമുക്ക് സീരീസ് തരുന്ന സമയത്ത് നമുക്ക് ആകെയുള്ളൊരു ജോലി, ഈ സീരീസുകൾക്കിടയിൽ ഒരു ബന്ധം കാണും. ആ ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഇവിടെ വെച്ച് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾ ഈ സീരീസ് ഒന്ന് നോക്കിക്കേ. ഈ സീരീസിനകത്തുള്ളത് 4, 12, 95, 1, 1, 96. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇത് ഓരോന്നും ഓരോ ഡേറ്റുകളാണ്. 4, 12, 1995, 1, 1, 1996, 29, 1, 1996, 26, 2, 1996. അതായത് ഓരോ 28 ദിവസം കഴിയുന്ന തീയതികളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 4, 12, 1995 കഴിഞ്ഞിട്ടുള്ള 28 ദിവസം കഴിഞ്ഞിട്ടുള്ള തീയതിയാണ് 1, 1, 1996. 1, 1, 1996 കഴിഞ്ഞിട്ടുള്ള 28 ദിവസം കഴിഞ്ഞിട്ടുള്ള തീയതിയാണ് 29, 1, 1996. അത് കഴിഞ്ഞിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടുള്ള തീയതിയാണ് 26, 2, 1996. അപ്പോൾ നമ്മൾ ഉത്തരം ഇത് കഴിഞ്ഞ് വരുന്ന, അതായത് ഇത് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞ് വരുന്ന തീയതിയാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നിട്ടുള്ള മാസം ഏതാണ്? ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസത്തിന് ഒരു കുഴപ്പമുണ്ട്. അത് ചിലപ്പോൾ ലീപ്പ് ഇയർ ആകാം, ചിലപ്പം ലീപ്പ് ഇയർ അല്ലാതിരിക്കാം. ഒരു വർഷം തന്നിട്ട് അത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അത് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് ഒത്തിരി ലെങ്തി ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ 1996 എന്ന് പറയുന്ന വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1996 എന്ന് പറയുന്ന വർഷം ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ അതിന് 29 ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി 26, 2, 1996 കഴിഞ്ഞിട്ടുള്ള 28 ദിവസം എന്ന് പറയുന്നത് 25, 3, 1996 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. ഇൻ ദ ഗീവൺ ഡയഗ്രാം, സർക്കിൾ എ റെപ്രസെൻറ്റ് ടീച്ചേഴ്സ് ഹൂ ക്യാൻ ടീച്ച് ഫിസിക്സ്, സർക്കിൾ ബി റെപ്രസെൻറ്റ് ടീച്ചേഴ്സ് ഹൂ ക്യാൻ ടീച്ച് കെമിസ്ട്രി, ആൻഡ് സർക്കിൾ സി റെപ്രസെൻറ്റ് ദോസ് ഹൂ ക്യാൻ ടീച്ച് മാത്തമാറ്റിക്സ്, ആൻഡ് എമംഗ് ദീസ് വിച്ച് റെപ്രസെൻറ്റ് ടീച്ചേഴ്സ് ഹൂ ക്യാൻ ടീച്ച് ഫിസിക്സ്, മാത്തമാറ്റിക്സ് ബട്ട് നോട്ട് കെമിസ്ട്രി. ചുരുക്കത്തിൽ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് 3 വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. ആ വൃത്തത്തിൽ എ എന്ന് പറയുന്ന വൃത്തം ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് സൂചിപ്പിക്കുന്നത്. ബി എന്ന് പറയുന്ന വൃത്തം കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് സൂചിപ്പിക്കുന്നത്. സി എന്ന് പറയുന്ന വൃത്തം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫിസിക്സും മാത്തമാറ്റിക്സും പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കണം, അതേസമയം കെമിസ്ട്രി പഠിപ്പിക്കാത്ത അധ്യാപകരും ആയിരിക്കണം. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്ന അധ്യാപകരാണല്ലോ. അപ്പോൾ നമുക്ക് വൃത്തം എയും വൃത്തം സിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വൃത്തം എയും വൃത്തം സിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തു കിട്ടുന്ന നമുക്ക് ഏരിയകൾ ഏതൊക്കെയാണ്? നമുക്ക് വിയും അതുപോലെ തന്നെ യുവുമാണ്. അപ്പോൾ ഇനി നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കുക. അതേസമയം തന്നെ ഇവർ കെമിസ്ട്രി പഠിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറയുന്ന വൃത്തം കെമിസ്ട്രി ആണല്ലോ. അപ്പം നമ്മുടെ വിയിലേക്ക് നോക്കുകയാണെങ്കിൽ വിക്കകത്ത് നമ്മുടെ ബിയും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കെമിസ്ട്രി പഠിക്കുന്ന അധ്യാപകരും നമ്മുടെ വിക്കകത്ത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് നമുക്ക് യു മാത്രമാണ്. യു നോക്കുക, യുവിലുള്ളവർ എയും സിയും ഈ 2 വൃത്തങ്ങളും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഫിസിക്സും മാത്തമാറ്റിക്സും ഇവർ പഠിപ്പിക്കും, എന്നാൽ ബി ഓവർലാപ്പ് ചെയ്യാത്തുള്ളത് കൊണ്ട് തന്നെ ഇവർ കെമിസ്ട്രി ഒട്ട് പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. യു ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7 months, നമുക്ക് എ മുതൽ ജി വരെയുള്ള
7 വ്യക്തികളുണ്ട്. ആർ സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ. ഇൻ ദാറ്റ് ഓർഡർ ഈച്ച് വൺ ഈസ് വെയറിംഗ് എ ക്യാപ്പ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഡി ഈസ് ഏബിൾ ടു സീ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം green and blue but not violet. E can see violet and yellow but not red. G can see caps all colors other than orange. If E is wearing an indigo colored cap, then the color of cap worn by F. ചുരുക്കത്തിൽ നമ്മുടെ ചോദ്യം ഇതാണ്. നമുക്ക് 7 വ്യക്തികൾ തന്നിട്ടുണ്ട്. നമുക്ക് അവരെ അങ്ങ് താഴത്തേക്ക് എഴുതിയേക്കാം. നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ 7 വ്യക്തികൾ? എ, ബി, സി, ഡി, ഇ, എഫ് ആൻഡ് ജി. ഇനി നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഡി ഈസ് ഏബിൾ ടു സീ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഗ്രീൻ ആൻഡ് ബ്ലൂ ബട്ട് നോട്ട് വയലറ്റ്. അപ്പം നമ്മുടെ ഡിക്ക് കാണാനായിട്ട് സാധിക്കും. ഡിക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്? അവന് മുന്നിലുള്ളതിൽ ഗ്രീനുമുണ്ട് ബ്ലൂവുമുണ്ട്, പക്ഷേ വയലറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാകാം? ഗ്രീനുമാകാം, അതുപോലെ തന്നെ ബ്ലൂവുമാകാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ബിയുടെയും എയുടെയും കാര്യം. ഏതൊക്കെയാകാം? ഗ്രീനുമാകാം, അതുപോലെ തന്നെ ബ്ലൂവുമാകാം. എയുടെയും കാര്യം അതുപോലെ തന്നെ ഗ്രീനുമാകാം, അതുപോലെ തന്നെ ബ്ലൂവുമാകാം. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഇവർ നിൽക്കുന്നത് ഒരു ക്യൂവിലാണ്, ഒരു ഓർഡറിലാണ്. അപ്പം ഇവർക്ക് മുന്നിലുള്ളവർ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇവർക്ക് പിന്നിലുള്ളവരെ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഈ ക്യാൻ സീ വയലറ്റ് ആൻഡ് യെല്ലോ ബട്ട് നോട്ട് റെഡ്. ഈക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഈക്ക് കാണാൻ സാധിക്കും വയലറ്റിനെയും അതുപോലെ തന്നെ എന്തിനാണ് കാണാൻ സാധിക്കുന്നത്? യെല്ലോ. അപ്പോൾ നമ്മുടെ ഡി എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താകാം? ഡി എന്ന് പറയുന്നത് വയലറ്റ് ആകാം, അതുപോലെ തന്നെ മറ്റെന്തുമാകാം? യെല്ലോയുമാകാം. അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്ന സമയത്ത് മുന്നോട്ട് പോകുന്നവരാരൊക്കെയാകാം? അതിൻ്റെ കൂടെ പുതുതായിട്ട് യെല്ലോയും കൂടെ വരും. അതായത് നമ്മുടെ എ, ബി, സി അതിലൊരാൾ യെല്ലോ ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോരുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ജി ക്യാൻ സീ ക്യാപ്സ് ഓഫ് ഓൾ കളേഴ്സ് അതർ ദാൻ ഓറഞ്ച്. അപ്പോൾ ജിക്ക് ബാക്കി എല്ലാ കളേഴ്സും കാണാൻ സാധിക്കും. ഏത്? ഓറഞ്ച് ഒഴികെ. ജി ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. ജിക്ക് ബാക്കി എല്ലാ കളേഴ്സും കാണാൻ സാധിക്കും. ഏത് കളർ ഒഴികെ? ഓറഞ്ച്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ജിയുടെ തലയിലിരിക്കുന്ന തൊപ്പിയാണ് ഓറഞ്ച് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോരാം. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഇഫ് ഇ ഈസ് വിയറിങ് ആൻ ഇൻഡിഗോ കളേർഡ് ക്യാപ്പ്. അപ്പോൾ നാലാമതായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ഇ ഈസ് വിയറിങ് ആൻ ഇൻഡിഗോ കളേർഡ് ക്യാപ്പ്. ഇ എന്ന് പറയുന്നത് ഏത് കളർ ക്യാപ്പാണ് ധരിച്ചിട്ടുള്ളത്? ഇൻഡിഗോ കളറാണ്. അപ്പോൾ ഈ ഏതാണ്? ഇൻഡിഗോ കളേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് കിട്ടാത്ത ആകെപ്പാടെ ഉള്ളത് എന്താണ്? എഫ് മാത്രമാണ്. നമുക്ക് ഇതിനകത്ത് വരാത്ത ഒരേ ഒരു കളർ മാത്രമേ ഉള്ളൂ. അത് ഏത് കളറാണ്? റെഡ്. സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റെഡാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ നാലാമത്തെ ചോദ്യം, 6 roads leads to a country. They may be indicated by letters X, Y, Z and digits 1, 2, 3. When there is storm, Y is blocked. When there are floods, X, 1, 2 will be affected. When road 1 is blocked, Z is also blocked. At the time when there are flood and storm also blows, which road can be used? ചുരുക്കത്തിൽ നമുക്ക് 6 വഴികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില വഴികൾ ഓരോരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മാറും. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത്തെ വഴി തന്നിട്ടുള്ളത് ഏതാണ്? നമുക്ക് ഇങ്ങനെ ആദ്യം എഴുതാം. നമുക്ക് ആദ്യമേ എക്സ്, അത് കഴിഞ്ഞിട്ട് വൈ, അത് കഴിഞ്ഞിട്ട് ഇസഡ്, അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് 1, 2, 3, നമുക്കങ്ങനെ 6 വഴികൾ ഉണ്ടെന്ന് വരിക, അല്ലെങ്കിൽ 6 റോഡുകൾ ഉണ്ടെന്ന് വരിക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തന്നിട്ടുള്ളത് വെൻ ദെയർ ഈസ് സ്റ്റോം. ഒരു സ്റ്റോം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? വെൻ ദെയർ ഈസ് സ്റ്റോം, വൈ ഈസ് ബ്ലോക്ക്ഡ്. വൈ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇൻ കേസ് നമുക്കൊരു സ്റ്റോം ഉണ്ടാകുകയാണെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ, വെൻ ദെയർ ആർ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എക്സും അതുപോലെ തന്നെ 1ഉം 2ഉം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഏത് സാഹചര്യത്തിലാണ്? ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത്. ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല,
ഒന്നും രണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ വെൻ റോഡ് 1 ഈസ് ബ്ലോക്ക്ഡ് ഇസഡ് ഈസ് ഓൾസോ ബ്ലോക്ക്ഡ്. നമ്മുടെ റോഡ് 1 ബ്ലോക്ക് ആകുന്ന സമയത്ത് ഇസഡും ആ കൂടെ തന്നെ ബ്ലോക്ക് ആകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം, അറ്റ് ദ ടൈം വെൻ ദർ ആർ ഫ്ലഡ്, സ്റ്റോം ആൻഡ് ബ്ലോസ്, വിച്ച് റോഡ് ക്യാൻ ബി യൂസ്ഡ്? അത് നമുക്ക് ഫ്ലഡ് ഉണ്ട്, സ്റ്റോം ഉണ്ട്, ബ്ലോസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏത് റോഡാണ് നമുക്ക് ആ സിറ്റിയിലേക്ക് എത്താൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഇതാണ്. ഏത്? നമ്മുടെ മൂന്നാമത്തെ വഴി മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൻ്റെ കാരണം ഞാൻ പറയാം. അറ്റ് ദ ടൈം വെൻ ദ ഫ്ലഡ് ഉണ്ടായി. ഫ്ലഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല? നമുക്ക് എക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല, 1 ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല, 2 നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ല. 1 ബ്ലോക്ക് ആകുന്ന സമയത്ത് തന്നെ ഇസഡും ബ്ലോക്ക് ആകുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസഡും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് സ്റ്റോം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോം ഉള്ളപ്പോൾ നമുക്ക് ഏത് ഉപയോഗിക്കാനായിട്ട് പാടില്ല? നമുക്ക് വൈ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നമുക്ക് സ്റ്റോം ഉള്ള സമയത്ത് നമുക്ക് വൈ എന്ന് പറയുന്ന റോഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ആകെപ്പാടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന റോഡ് ഏതാണ്? നമുക്ക് മൂന്നാമത്തെ റോഡ് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ബാക്കിയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? only 3 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. അപ്പോൾ സി ആണ് നമ്മുടെ ഉത്തരം വരിക. only 3 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യങ്ങൾ. അപ്പോൾ ഞാനിതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് മെൻ്റൽ എബിലിറ്റി ഇതൊക്കെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ട്, അതിന് സോറി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറയണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് ആക്ച്വലി മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത്, സ്ലൈഡ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്തും നമുക്കൊരു ബോർഡൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക കേട്ടോ.